ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ലൊരു ഇഫ്താർ വിഭവമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ. ഇത് സേമിയയും അതുപോലെ തന്നെ റവയും വെച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ക്രീമോ മുട്ടയോ മൈദയോ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല വറുക്കുന്നത്. വെറുതെ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പം നമ്മൾ പച്ചയായിട്ട് തന്നെ തേങ്ങ ചേർക്കാത്തതിൻ്റെ കാരണം തേങ്ങ പെട്ടെന്ന് പുളിച്ച് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇത്രയും മതി. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് മാറ്റിയിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ റവ നമ്മൾ കളർ മാറാണ്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ റവ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. ബ്രൗൺ കളർ ആക്കരുത് കേട്ടോ. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഈ സമയത്ത് നമ്മളിതിലേക്കൊരു 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക, കട്ടയില്ലാണ്ട്. ഇപ്പോൾ 1.5 കപ്പ് പാല്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പാൽ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. റവ വേവാനായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത് മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കുറച്ച് യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി ലാസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അടി പിടിക്കരുത് കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. വെള്ളം വറ്റി വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, പാല് വറ്റി വരുന്ന സമയത്ത്. ഇപ്പോൾ ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രത്തിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ ചെയ്യാറുള്ളത്. പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും. അതേ രീതി തന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ സേമിയ സെപ്പറേറ്റ് കേസരി ഉണ്ടാക്കും. അതുപോലെ തന്നെ റവ അതുപോലെ കേസരി ഉണ്ടാക്കാറുണ്ട്, പുഡിങ് പോലെ തന്നെ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ആ ഒരു നട്ട്സും കൂടെയാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സേമിയ വറുത്തെടുക്കാനാണ് കേട്ടോ. 1 കപ്പ് സേമിയ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചാൽ മതി. ഇതും നമുക്ക് കരിയാണ്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ സേമിയ കേസരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സേമിയ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും.
അപ്പോൾ കരിയാണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വറുത്ത സേമിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സേമിയ വേവാൻ ആവശ്യത്തിനുള്ള പാൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. തിന്നായിട്ടുള്ള സേമിയ വളരെ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. മധുരം ബാലൻസ് ആവാനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഒരുപാടായി പോകരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് സേമിയ വേവുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്കും കുറച്ച് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചാണ് നിങ്ങൾ ചേർക്കേണ്ടത്. ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സാഫ്രണാണ് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതാണ് കളറിനായിട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് കേസരി കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു സേമിയയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേ ഒരു കട്ടിയാവുന്നവരെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ആയാൽ ഇനി ബാക്കിയുള്ള തേങ്ങയും ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ആ ഒരു ഇത് നമ്മൾ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു വറുത്ത സേമിയയും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്യാം. നമ്മൾ കഷ്ണം മുറിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ സെപ്പറേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സേമിയ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.